എബ്രായ ലേഖനമാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ലാസ്റ്റിലെ അധ്യായമായ 13-ാം അധ്യായത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളെ കുറിച്ച്, വിശ്വാസത്താൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിട്ട് 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ എൻകറേജ്മെന്റ് ആയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എവിഡൻസ്, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രത്യേകതകളാണ് ആ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങൾ, അതിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തക്ക ഇടയായി തീർന്നു. അവിടെ സഹോദര പ്രീതിയെ കുറിച്ച്, അതിഥി സൽക്കാരം ചെയ്യുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ഉള്ളവരാകുന്നവരെ കുറിച്ച്, കുടുംബജീവിതത്തെ കുറിച്ച്, എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, കർത്താവ് തുണയാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ തക്ക ഇടയായി തീർന്നത്. അടുത്ത ഒരു വിഷയം, 4 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ആയി 13-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഈ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് സ്പിരിച്വൽ ലീഡർഷിപ്പ്, ആത്മീയമായി നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് സബ്മിറ്റ് ചെയ്ത് കീഴടങ്ങി ജീവിക്കണം എന്നുള്ളതാണ് അടുത്ത വിഷയം. അത് ഇതിന്റെ ആദ്യത്തെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും അതുപോലെ 17, 14 വാക്യങ്ങളും നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 13-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 17-ാം വാക്യവും 24-ാം വാക്യവും. ഇനി 17-ാം വാക്യവും അത് കഴിഞ്ഞ് 24-ാം വാക്യവും കൂടെ വായിക്കും. ഇവിടെ വായിച്ച ഭാഗങ്ങളിൽ 3 പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് നിങ്ങളെ നടത്തുന്നവരെ, them that have a rule over you എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മീൻ ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല, സ്പിരിച്വൽ ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയമായി മുൻനിരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന, നയിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. ചർച്ച് എന്ന് പറയുന്നത് സാധാരണ ഇംഗ്ലീഷിൽ അതിന് ലിവിംഗ് ഓർഗാനിസം, ഇത് ജീവനുള്ള ഒരു പ്രസ്ഥാനമാണ് ദൈവസഭ എന്ന് പറയുന്നത്. എന്നാൽ ദൈവസഭ, ദൈവം അതിന് ഒരു ക്രമവും ചിട്ടയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ പോകണമെന്നുള്ളത് അപ്പോസ്തലന്മാർ അത് നയിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ദൈവം ചർച്ചിൽ ലീഡർഷിപ്പിന് ആളുകളെ ആക്കിയിരിക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഗോഡ് ഓർഡൈൻഡ് ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങളിലും തന്റെ ശുശ്രൂഷയിലെ ഒരു പ്രധാന വിഷയമായിരുന്നു, പുതുതായി ഏതെങ്കിലും സ്ഥലത്ത് ആത്മാക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ചർച്ച് ഓർഗനൈസ് ചെയ്യുവാൻ താൻ ക്രമീകരണങ്ങൾ ചെയ്യുമായിരുന്നു. ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 23. സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ആത്മാക്കളെ രക്ഷിച്ചു കഴിയുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസും തന്റെ കൂടെയുള്ള സഹ മിഷണറിമാരും സഭതോറും മൂപ്പന്മാരെ നിയമിച്ചു. ഇനിയും തീത്തോസ് 1:5 തീത്തോസിനോട് പറയുകയാണ്, നിന്നെ ഞങ്ങൾ ക്രേത്തയിൽ വിട്ടേച്ചു പോകുന്നതിന് ഒരു കാരണം എന്താണെന്നാണ് അവിടെ പറയുന്നത്. 1:5. കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും
അപ്പോസ്തലന്മാരെ ആക്കി വെക്കേണ്ടതിനുമാകുന്നു. അപ്പോൾ ദൈവസഭയ്ക്ക് ദൈവമാണ് ഓർഡൈൻ ചെയ്ത് ഇങ്ങനെ മിനിസ്റ്റേഴ്സിനെ ആക്കിയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനിയും ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഫിലിപ്പിയർ 1:1. ഫിലിപ്പിയയിലുള്ളവർക്ക് എഴുതുമ്പോൾ 3 ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സയൻസ്, വിശുദ്ധന്മാര്, അധ്യക്ഷന്മാര്, അതിനെ ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോൾ ബിഷപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷകന്മാര്, ഡീക്കൻസ്, ഇത് ദൈവം നിയമിച്ചിരിക്കുകയാണ്. അവർക്കാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രമം നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനമൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ദൈവ ശുശ്രൂഷകന്മാരെ ആക്കിവെക്കുന്ന കാര്യമൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സമ്മറൈസ് ചെയ്ത് ഇങ്ങനെ 3 പൊസിഷൻസ് നമുക്ക് കാണുന്നു. സാധാരണ സെയിൻസ്, ബിഷപ്സ്, ഡീക്കൻസ് എന്ന് പറയും. ഈ മറ്റ് സഭകൾ അല്ലെങ്കിൽ മെയിൻ ചർച്ചുകള്, മറ്റ് പട്ടത്വ സഭകളൊക്കെ പറയുന്ന പേരുകൾ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ബഹുമാനം തോന്നും. മെത്രാപ്പോലീത്ത എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഏതോ സാധാരണക്കാരായ മനുഷ്യരെക്കാൾ കുറച്ചുകൂടെ സ്റ്റെപ്പ് കൂടിയവരാണെന്ന്. അതിന്റെ ശരിയായ അർത്ഥം മെട്രോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെയൊക്കെ മെട്രോ എന്ന് കേൾക്കാറുണ്ടല്ലോ. മെട്രോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പട്ടണം എന്നാണ് അർത്ഥം. മെത്രാപ്പൊലീത്ത എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ മൂപ്പനെന്നേ ഉള്ളൂ. അതുകൊണ്ട് മെത്രാപ്പൊലീത്തന്മാരെ ഒന്നും ചെന്ന് മൂപ്പനെന്നൊന്നും നമ്മളാരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. ഇതെല്ലാം ഓരോ ആത്മീയ ട്രിക്കുകളാണ്. ആളുകളെ ഈ എപ്പിസ്കോപ്പ, കോർ എപ്പിസ്കോപ്പ, ഇതൊക്കെ മറ്റ് ഭാഷകളിൽ നിന്ന് വന്നതാണ്. മെത്രാപ്പൊലീത്ത എന്നോ ഒക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മൂപ്പനെന്നേ അർത്ഥമുള്ളൂ, അല്ലെ പാസ്റ്റർ എന്നേ അർത്ഥമുള്ളൂ. ബിഷപ്പ്, ഡീക്കൻസ്, സെയിൻസ്, ഇത് ഈ ചർച്ചിനെ ഇങ്ങനൊരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോസ്തലന്മാരും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിലിപ്പിയിലേഖനം നമ്മൾ വായിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓരോ ചർച്ചിലും ഇങ്ങനെ ഉള്ളതായ ബിഷപ്പുമാരും സെയിൻസും ഡീക്കൻസും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ വായിച്ച എബ്രായർ 13:7-9 വരെ, പിന്നെ 17-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓരോ വിശ്വാസികൾക്കും സ്പിരിച്വൽ ലീഡേഴ്സിനോട് ഉണ്ടായിരിക്കേണ്ടതായ 3 ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. 3 responsibilities towards the spiritual leaders from the believers. അവിടെ 7-9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് അവരെ ഓർക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. റിമെമ്പർ ദം, നിങ്ങളെ നടത്തിയവരെ ഓർത്ത് എന്നാണ് അപ്പോസ്തലൻ ഇവിടെ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രസ്താവിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് മൺമറഞ്ഞു പോയ ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ട ലീഡേഴ്സിനെ ഓർത്തുകൊണ്ടാണ്, ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതുന്നത്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. റിമെമ്പർ ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ സഭ പീഡകളിലൂടെ കടന്നുപോയ സഭയാണ്. പെർസിക്യൂഷൻസ് അവർക്കുണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് നമുക്കുള്ളതുപോലെ ഇഷ്ടം പോലെ സ്റ്റഡി ബൈബിളോ സാധാരണ ബൈബിളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് ദൈവവചനം ലഭിച്ചിരുന്നത് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ടവര്, അവര് പഠിച്ചതായ, അവരെ ഗ്രഹിച്ചതായ കാര്യങ്ങൾ വരമൊഴിയായി അവരോട് സംസാരിച്ച് അത് ദൈവവചനമായി അവർ ഏറ്റെടുത്തു. അങ്ങനെ അവരെ ആത്മീയ കാര്യത്തിൽ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് നല്ല വിശ്വാസികളാക്കി തീർത്ത ലീഡേഴ്സ്, അവരെ ഓർക്കണം, അവർ പഠിപ്പിച്ചതിനെ ഓർക്കണം, അവരുടെ ജീവാവസാനം ഓർക്കണം എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവ ശുശ്രൂഷകരെ നാം ആ രീതിയിൽ കർത്താവ് ഓർഡർ ചെയ്തതാണ്. ഞാൻ ഓർപ്പിച്ച പോലെ ദൈവമാണ് അവരെ ആക്കി വെച്ചത് എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ അവരെ കൺസിഡർ ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1 തെസ്സലോനി 5-ാം അധ്യായത്തിന്റെ 12 മുതൽ ഉള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതാണ് കാണുന്നത്. 1 തെസ്സലോനി 5:12 വാക്യങ്ങൾ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കുകയും എന്ന് ഉള്ളതായ വചനങ്ങൾ നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്.
കർത്താവിന്റെ വേലക്കാരെ, ദൈവദാസന്മാരെ വീര്യപ്രവൃത്തികൾ ചെയ്തിരുന്നാലും അത്ഭുതങ്ങൾ ചെയ്തിരുന്നാലും ഇനി മരിച്ചവരെ ഉയർപ്പിച്ചാലും വേലക്കാരെ ദൈവമായിട്ട് ആരും കരുതാൻ പാടില്ല. കർത്താവിന്റെ ദാസന്മാരെ ആരും വർഷിപ്പ് ചെയ്യാൻ പാടില്ല. പക്ഷേ അവരെ ദൈവമാക്കി വെച്ച ശുശ്രൂഷകരാണ്, ദൈവം ഓർഡർ ചെയ്തതാണ്, ദൈവം അനോയിന്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ അവരെ ഓർക്കുകയും അവരെ ഹോണർ ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥമായി നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഞാൻ ഓർപ്പിച്ച പോലെ ഈ വിശ്വാസികളെ നയിച്ചതായ, അവർക്ക് ആത്മീയമായി പഠിപ്പിച്ചതായ, അവരെ ഉത്തേജിപ്പിച്ചതായ പലരും രക്തസാക്ഷികളായി മരിച്ചു കഴിഞ്ഞു. പക്ഷേ അവരെ ഓർക്കുമ്പോൾ ഒരിക്കലും അവരിനി ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഇടയാകരുത്. അവരോട് സുവിശേഷം അറിയിച്ച ദൈവദാസന്മാർ രക്തസാക്ഷികളായി അവരുടെ ജീവനെ പോലും കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഈ മാർഗം വിട്ടിട്ട് പഴയ ടെമ്പിൾ വർഷിപ്പിലേക്ക്, ആരാധനയിലേക്ക് പോകാൻ പാടില്ല, ഇതാണ് ശരിയായ മാർഗം എന്നുള്ളത് അവരെ ഉത്ബോധിപ്പിക്കുകയാണ് അതിൽ നിന്ന് ചെയ്യുന്നത്. എന്നാൽ 8-ാം വാക്യം നാം ഓർത്തിരിക്കേണ്ടത് ഒരു വാക്യമാണ്. അവിടെ പറയാണ്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനേകർക്ക് അവരുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഏറ്റവും സ്നേഹമുള്ള ലീഡേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ്, പാസ്റ്റേഴ്സോ പ്രവാചകന്മാരോ അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളെ തന്നെ ആത്മീയമായി അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുകയൊക്കെ ചെയ്തവരുണ്ടായിരിക്കും. എന്നാൽ നാം ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒന്നും ആ ലീഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത്. ഇന്ന ആള് എന്റെ കൂടെ ഇല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് ആരാധിക്കാനില്ല എന്നുള്ള ചിന്ത അതല്ല ക്രിസ്തീയ മാർഗം. ഇവിടെ പറയുന്നതിന് ചുരുക്കം ഇതാണ്, ലീഡേഴ്സ് എല്ലാം പോകും, നേതാക്കന്മാരെല്ലാം പോകും, പക്ഷെ പോകാത്ത ഒരാളെ ഉള്ളൂ, യേശുക്രിസ്തു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അപ്പോൾ അവരെ ഓർക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിന്റെ നടുവിലും യേശുക്രിസ്തുവിനെ മാത്രമേ പിൻപറ്റാവൂ. വേറെ അതിന്റെ കൂടെ ഈ 8-ാം വാക്യത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അതാണ്, ദുരുപദേശങ്ങൾ, ഫോൾസ് ഡോക്ട്രൈൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ നടുവിലും യേശുക്രിസ്തുവിലൂടെയുള്ള മാർഗം മാത്രമേ ഉള്ളൂ ശരിയായ മാർഗം. അതുകൊണ്ട് ആ പാതയിലൂടെ മാത്രമേ പോകാവൂ, വേറെ ഒരു ഉപദേശത്തിലേക്കും തിരിയരുത് എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ലീഡേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി, അവരെ ഓർക്കുക, അവരെ പഠിപ്പിച്ചത് ഓർക്കുക, അവരുടെ ജീവാവസാനം ഓർക്കുക. എന്നാൽ അവര് കടന്നുപോയെങ്കിലും യേശുക്രിസ്തു മാത്രമേ എന്നും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. കർത്താവിനെ നോക്കിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാരും ഒരിക്കലും ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ പിന്തിരിഞ്ഞു പോകുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി 17-ാം വാക്യത്തിൽ അടുത്ത ഒന്ന് പറയുന്നത് ഒബേദം എന്നുള്ളതാണ്. അവരെ അനുസരിക്കുക, അവർക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുന്നത്. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കണമെന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ വരുത്തുകയും, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഇത് നമുക്ക് ഇവിടെയുള്ള സഭയുള്ള എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഇനി അതിന്റെ വിശദീകരണത്തിന്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നില്ലല്ലോ. അപ്പോൾ വേറൊരു കാര്യം അതോടൊപ്പം തന്നെ നാം ഓർത്തിരിക്കേണ്ടത്, വേദവസ്തു ഒരിക്കലും ശുശ്രൂഷകന്മാരെ ഡിക്റ്റേഴ്സ് ആക്കി വെച്ചിട്ടില്ല. ഏകാധിപത്യം നടത്തുവാനോ അല്ലെങ്കിൽ അധികാരം അടിച്ചേൽപ്പിക്കുവാനോ ഉള്ളതായ ഒരു ശുശ്രൂഷകന്മാർക്കും ദൈവം കൊടുത്തിട്ടില്ല. അനേകരുടെ ശുശ്രൂഷകളൊക്കെ അങ്ങനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെയും വളരെ ഫേമസ് ആയിട്ടുള്ള അനേക ദൈവദാസന്മാരുണ്ട്. അവർ ഫേമസ് ആണെങ്കിലും അവർ പറയുന്ന കാര്യമല്ലാതെ വേറെ ഒന്നും അവരുടെ ഓർഗനൈസേഷനിൽ നടക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല. പത്രോസിന്റെ ലേഖനത്തിൽ വളരെ കൃത്യമായി പത്രോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം, 1 പത്രോസ് 5:3 മൂപ്പന്മാരോട് ഉള്ള ഉപദേശമാണ്. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം വാക്യം വരുമ്പോൾ പറയാം, വായിച്ചാട്ടെ. 3-ാം വാക്യം. അതെ, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്യുകയും, കർത്തൃത്വം നടത്തുന്നവരായി അല്ലെങ്കിൽ അധികാരത്തോടുകൂടി ചെയ്യുന്നവരായിട്ടല്ല, മാതൃകളായി ചെയ്യണം എന്നാണ് ഓർപ്പിക്കുന്നത്. അതിനുള്ള കാരണം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു.
ശുശ്രൂഷകന്മാരെ ദൈവമാണ് ആക്കി വെക്കുന്നത്. അവർ ദൈവമായിട്ട് കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം അവരോട് കണക്ക് ചോദിക്കും. അവരുടെ കീഴിലുള്ളതായ ഓരോ ആടുകളെ കുറിച്ചും ഓരോ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ദൈവസന്നിധിയിൽ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകും. ആകയാൽ അത് സന്തോഷത്തോട് ചെയ്യുവാൻ ഇടയാകണം. പഴയ നിയമത്തിൽ പോലും എസെക്കിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ 16 വാക്യങ്ങളിലെ ഇടയന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആടുകളെ ഗണ്യമാക്കാതെ ജീവിക്കുന്ന ഇടയന്മാരെ ദൈവം ന്യായം വിധിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വിശ്വാസിയും സ്പിരിച്വൽ ലീഡർഷിപ്പിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് അവരെ ഓർക്കണം, റിമെമ്പർ ചെയ്യണം. രണ്ട്, അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം, ഒബേ ചെയ്യണം. ഇനി 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അവരെ ഗ്രീറ്റ് ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ലീഡേഴ്സിനെ എബ്രായലേഖനം 13-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞതാണല്ലോ. അവിടെ ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്, നിങ്ങളെ നടത്തുന്ന അവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുകയും ഗ്രീറ്റ് ചെയ്യണം. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ പിരിയുമ്പോൾ പറയുന്ന വാക്കാണ് ഷാലോം. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. അപ്പോൾ ഷാലോം എന്ന് പറയും. ഗ്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഗ്രീക്കരുടെ ഇടയിലാണെങ്കിൽ, ഗ്രീക്ക് വിശ്വാസികളാണെങ്കിൽ സാധാരണ ഗ്രീറ്റ് ചെയ്യുന്നത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിലെല്ലാം ഈ രണ്ട് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോസ്തലൻ എഴുതിയതായ എല്ലാ ലേഖനങ്ങളിലും കൃപയും സമാധാനം ഉണ്ടാകട്ടെ, പീസ് ആൻഡ് ഗ്രേസ്. എന്നാൽ ഇടയലേഖനങ്ങളായ 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ്, ഈ 3 ലേഖനങ്ങൾ എഴുതുമ്പോൾ അവിടെ ഗ്രീറ്റിംഗ്സ് എഴുതുമ്പോൾ ഒരു പദം കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ എന്താണ്? കൃപയും മേഴ്സി എന്നുള്ള പദമുണ്ട്. ഗ്രേസ്, മേഴ്സി ആൻഡ് പീസ്. കനിവും അല്ലെങ്കിൽ ദയയും എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാരാണ് തിമോത്തിയോസ്, തീത്തോസ്. അവർക്ക് കുറച്ചുകൂടെ കനിവ് വേണം എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ സമാധാനവും കൃപയും മാത്രം പോരാ. അത് ഇടയന്മാർക്ക് എഴുതുമ്പോൾ, കൂട്ടധ്യക്ഷന്മാർക്ക് എഴുതുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഗ്രേസ്, മേഴ്സി ആൻഡ് പീസ് ഇത് കാണുന്നുണ്ട്. ലേഖനങ്ങളിലൊക്കെ നമ്മൾ ആ ഗ്രീറ്റിംഗ്സ് അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെ കാണുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 1:3, അടുത്ത ആള് 2 കൊരിന്ത്യർ 1:2. അവിടെയൊക്കെ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. 2 കൊരിന്ത്യർ 1:2. സഭയ്ക്ക് എഴുതുമ്പോഴെല്ലാം കൃപയും സമാധാനം എന്നുള്ള ഗ്രീറ്റിംഗ്സ് എഴുതുന്നുണ്ട്. എന്നാൽ തിമോത്തിയോസിന്റെയും തീത്തോസിന്റെ ലേഖനത്തിൽ കൃപയും കനിവും സമാധാനവും മേഴ്സി എന്നുള്ള പദം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവമാണ് ശുശ്രൂഷകരെ നിയമിക്കുന്നത്, ഓർഡൈൻ ചെയ്യുന്നത്. അവർക്ക് ആശ്വാസമായി ദൈവമക്കൾ തീരണം എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് സ്പിരിച്വൽ ലീഡർഷിപ്പിനെ കീഴടങ്ങി ജീവിക്കാനുള്ളത്. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. ദൈവദാസന്മാരെ ദൈവസഭയ്ക്ക് ആത്മീയവർദ്ധനവിനു വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഒരുമിച്ചുള്ളതായ ആ പ്രവർത്തനത്തെയാണ് ദൈവം ദൈവസഭയിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അടുത്ത വിഷയം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ എവിഡൻസ് ആയി മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം 10 മുതൽ 16 വരെയുള്ള വാക്യം, 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ അവിടെ അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ഒരു വിശ്വാസി അവന്റെ ആത്മീയ ആരാധന മറ്റുള്ളവരുമായി ഒരുമിച്ച് ചെയ്യുന്ന ആളായിരിക്കും. ഷെയറിംഗ് ദ സ്പിരിച്വൽ വർഷിപ്പ് എന്നാണ് കാണുന്നത്. ഇവിടെ ഈ ലേഖനം എഴുതുന്ന സമയത്ത് യെരുശലേമിൽ ഒരു ദേവാലയമുണ്ട്, ടെമ്പിളുണ്ട്. അവിടെ മഹാപുരോഹിതന്മാരുണ്ട്, അവിടെ ആരാധനകൾ നടക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം യേശുക്രിസ്തുവിൽ നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ആടിനെ അർപ്പിക്കേണ്ട ആവശ്യമില്ല, പെരുന്നാളുകൾ ആചരിക്കേണ്ട ആവശ്യമില്ല. ഇനി യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന ആ ന്യൂ കവണന്റ് അതാണ് നാം പിൻപറ്റേണ്ടത് എന്നാണ് എബ്രായ ലേഖനത്തിന്റെ ആശയം തന്നെ.
അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, നമുക്കൊരു യാഗപീഠമുണ്ട്. അതിന്റെ 10-ാം വാക്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്കൊരു ആൾക്കാർ, നമുക്കൊരു യാഗപീഠമുണ്ട്. ഇവിടെ അക്ഷരികമായി ദേവാലയത്തിൽ വെച്ചിരിക്കുന്നത് പോലെ താമ്രം കൊണ്ടോ പൊന്നുകൊണ്ടോ ഉള്ള ഒരു യാഗപീഠമില്ല. പക്ഷേ നമുക്കൊരു യാഗപീഠമുണ്ട്. മുന്നധ്യായങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ യാഗപീഠം ഏതാണെന്ന്? അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെയാണ് പുതിയ നിയമത്തിന്റെ പുതിയ ആരാധന നാം അർപ്പിക്കുന്നത്. ആരാധന എന്ന് പറയുന്നത് നമ്മെ തന്നെ മുഴുവനായി ദൈവത്തിന് കൊടുക്കുന്നതാണ്. നമുക്കൊരു യാഗപീഠമുണ്ട്. യാഗപീഠത്തിൽ നാം ദിനവും ദൈവത്തെ ആരാധിക്കണം, യാഗം അർപ്പിക്കണം എന്നാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. എന്നിട്ട് പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലാണ് മഹാപാപപരിഹാര ദിവസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മഹാപാപപരിഹാര ദിവസം ജനത്തിന്റെ എല്ലാം പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്ന ആ യാഗമൃഗത്തിന്റെ ആടിന്റെ രക്തം സമാന കൂടാരത്തിന്റെ മുന്നിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. ആ യാഗത്തിന്റെ, ആ ആടിന്റെ, ആ മൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുവാൻ അവകാശമില്ല. ഇതെല്ലാം ദഹിപ്പിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ലേഖനകാരൻ ഇവിടെ പറയാണ്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചിരിക്കയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, യേശുക്രിസ്തുവിന്റെ സ്ഥാനം പാളയത്തിന്റെ ഉള്ളിലല്ല, ലോകത്തിലല്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുകൂടെ അല്ലെങ്കിൽ പേര് കിട്ടുന്ന എന്തെങ്കിലും ഹോണർ കിട്ടുന്ന ലോകപ്രകാരമുള്ളതായ പദവി കിട്ടുന്ന അനുഭവമല്ല യേശുവിന്റെ മാർഗം എന്ന് പറയുന്നത്. നാം പിൻപറ്റുന്ന യേശു വെളിയിലാണ്. അവൻ നിന്നെ അനുഭവിച്ചുകൊണ്ട് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചിരിക്കാൻ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അപ്പോൾ എല്ലാ ദൈവമക്കളും ഓർത്തിരിക്കുകയാണ്. ഇന്ന് ഈ പ്രത്യേകിച്ച് അമേരിക്കയിലല്ല ഇന്ത്യയിലും ഇന്ന് യേശുവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ, വേർപെട്ട മാർഗം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ പോലെ നിന്നയൊന്നുമില്ല. പഴയ ഭക്തന്മാർ അനുഭവിച്ചതായ, ഇവിടെ നമ്മോടുകൂടെ ആരാധിക്കുന്ന പല മാതാപിതാക്കളും സത്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അവർക്കുണ്ടായ ഉപദ്രവങ്ങൾ, അവർക്കുണ്ടായ കഷ്ടതകൾ, നിന്ദകൾ എത്ര വലിയതായിരുന്നു. പട്ടണത്തിലൂടെ ചെണ്ട കൊട്ടി കളിയാക്കി പോയവര്, പാട്ട കൊട്ടി കളിയാക്കി പെന്തക്കോസ്തിൽ പോയെന്ന് പറഞ്ഞതിന്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞതിന് നടത്തിയ ഭക്തന്മാരുടെ ചരിത്രം നാം വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം കാരണം എന്താണ്? യേശു നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചുകൊണ്ട് നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പോകുന്നവരാണ്. അപ്പോൾ ഓരോ ദൈവത്തിൽ ഓർക്കേണ്ടത്, നമുക്കിവിടെ അന്നത്തെ ഭക്തന്മാർ അനുഭവിച്ചതുപോലെയുള്ളതായ നിന്ദകളും പ്രയാസങ്ങളും ഇന്നൊരു പക്ഷേ ഇല്ലായിരിക്കും. എന്നാൽ ഈ നിന്ന അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് യേശുവിന്റെ സാക്ഷ്യം പറയുവാൻ, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുവാൻ, ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ, ഞാനൊരു വേർപെട്ടവനാണെന്ന് പറയുവാൻ, അത് ജോലി ചെയ്യുന്നിടത്തും അത് പ്രകടിപ്പിക്കുവാനായി നാം ലജ്ജിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശു നിന്ന ചുമന്നതായ ക്രൂശ് ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി നിന്ന സഹിച്ച യേശുവിന്റെ അടുക്കലേക്ക് പോകുന്നവരാണ്. ഞാനിവിടെ പണ്ട് ഓർപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണുണ്ണി സാറിന്റെയൊക്കെ സാറപ്പച്ചന്റെയൊക്കെ പുസ്തകമോ എഴുത്തുകളോ വായിച്ചിട്ടുള്ളവരുണ്ടെന്ന നിലയിൽ അതിനകത്ത് അദ്ദേഹം സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയാറുള്ള ഉദാഹരണം ഇതാണ്. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് സാധാരണയായി ഒരാള് ചന്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു വാഴക്കൊലയും ചുമന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ആളിന്റെ പേരറിയത്തില്ല. അപ്പൊ കടയിൽ ഇരുന്നോണ്ട് വിളിക്കുന്നത് എന്നാന്നറിയാമോ? ഹേ വാഴക്കൊല അവിടെ നിൽക്കെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചക്കയും കൊണ്ട് പോവുകയാണെങ്കിൽ ചക്ക അവിടെ നിൽക്കെന്ന് പറയും. അപ്പോൾ ചക്കയല്ല ആളിന്റെ പേര് ചക്കയെന്നല്ല. ആള് വാഴക്കൊല പോലെ ഒന്നും ഇരിക്കുന്ന പോലും ഇല്ല. പക്ഷെ തലയിൽ ഇരിക്കുന്നത് വാഴക്കൊല ആയതുകൊണ്ട്, തലയിൽ ഇരിക്കുന്നത് ചക്ക ആയതുകൊണ്ട് ആളിനെ വിളിച്ചത് മനസ്സിലാകും. അതുകൊണ്ട് യേശുവിനോട് ചേർത്ത് ആരെങ്കിലും നിന്ദിച്ച, മോശമായ ഒരു പേര് നമുക്ക് കിട്ടിയാൽ നമ്മൾ ആരും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നാം അതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുവാൻ യേശുവിന് നിൽക്കുന്ന അവിടെയാണ്. യേശുവിന് ലോകത്തിലല്ല സ്ഥാനമുള്ളത്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് വളരെ ശക്തമായി ചിന്തിച്ചതാണ്. ഈ ലോകം യേശുവിന് യോഗ്യമായിരുന്നില്ല, ലോകം എതിരായിരുന്നു. ആ യേശുവിനെയാണ് നാം പിൻപറ്റുന്നത്. ഇതാണ് നാം ഓർക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.